SSF കേരള സംസ്ഥാന സാഹിത്യോത്സവ വേദി സന്ദർശിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സാഹിത്യോത്സവ 31ാം എഡിഷൻ നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് നെല്ലിപ്പറമ്പിലാണ്. മഞ്ചേരി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമാണ് നെല്ലിപ്പറമ്പിലേക്കുള്ളത്. ഞാൻ യാത്രയാരംഭിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാസാഹിത്യ സാംസ്കാരിക വേദിയാണ് SSF സാഹിത്യോത്സവ. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മലപ്പുറം ജില്ലയിലേക്ക് സ്റ്റേറ്റ് സാഹിത്യോത്സവ വിരുന്നെത്തുമ്പോൾ അതിന് ആതിഥ്യമരുളുന്നത് എൻ്റെ നാടായ മഞ്ചേരിയാണെന്ന സൗകര്യവും എനിക്കുണ്ട്. ഞാൻ സാഹിത്യോത്സവ നഗരിയിൽ എത്തി. വശ്യചാരുത നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കവാടവും പ്രൗഢമായ സദസ്സും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ 1ാം ദിവസമായ ഇന്ന് ഉദ്ഘാടന സെഷനും ആത്മീയ സമ്മേളനവുമാണ് നടക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്ന് 2000-ഓളം കലാപ്രതിഭകൾ 170 മത്സര ഇനങ്ങളിലായി മാറ്റുരക്കുന്നു. മുന്തിയ സൗകര്യങ്ങളോടെ 13 വേദികളാണ് സംഘാടകർ ഇതിന് തയ്യാർ ചെയ്തിട്ടുള്ളത്. ജീവിതം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ സാഹിത്യോത്സവം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക മത്സരങ്ങൾക്ക് പുറമെ സാഹിത്യ സാംസ്കാരിക പ്രമുഖർ അണിനിരക്കുന്ന പ്രമേയ പ്രഭാഷണങ്ങളും ചർച്ചാ സംഗമങ്ങളും നടക്കുന്നുണ്ട്. ഇന്നത്തെ ആത്മീയ സമ്മേളനത്തിൽ തഅ്ജീലുൽ ഫുതൂഹ് പാരായണമാണ് പ്രധാന പരിപാടി. എൻ്റെ ലക്ഷ്യവും ഈ മജ്ലിസാണ്. മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അൽ ആരിഫ് ബില്ല നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാരാണ് തഅ്ജീലുൽ ഫുതൂഹ് രചയിതാവ്. തഅ്ജീലുൽ ഫുതൂഹിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഉസ്താദ് സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങളാണ്. മരക്കാരുട്ടി മുസ്ലിയാരെയും തഅ്ജീലുൽ ഫുതൂഹിനെയും പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തിയതിൽ ഉസ്താദ് സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങൾക്ക് വലിയ പങ്ക് തന്നെയുണ്ട്. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മാസം തോറും നടത്തി വരാറുള്ള തഅ്ജീലുൽ ഫുതൂഹ് മജ്ലിസിൻ്റെ വാർഷികവും മീലാദ് സമ്മേളനവും ഈ വരുന്ന സെപ്റ്റംബർ 25-ന് വേങ്ങര കുറ്റാളൂർ സ്വബാഹ് സ്ക്വയറിൽ വെച്ച് നടക്കുന്നു. വന്യരായ പേരോട് ഉസ്താദിൻ്റെ വാർഷിക മദ്ഹ് റസൂൽ പ്രഭാഷണം നടക്കുന്ന വേദിയിൽ ബഹുമാന്യരായ AP ഉസ്താദാണ് തഅ്ജീലുൽ ഫുതൂഹിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ വർഷത്തെ സമ്മേളനത്തിൽ AP ഉസ്താദ് തഅ്ജീലുൽ ഫുതൂഹ് തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തിരുന്നു. അല്പകാലത്തെ വിശ്രമത്തിന് ശേഷം ഉസ്താദ് ദീർഘനേരം പങ്കെടുക്കുന്ന ആദ്യ പരിപാടിയായിരുന്നു അത്. സാഹിത്യോത്സവ വേദിയിൽ ഉസ്താദ് മരക്കാരുട്ടി മുസ്ലിയാരെക്കുറിച്ചും തഅ്ജീലുൽ ഫുതൂഹിനെക്കുറിച്ചും സംസാരിച്ചു. شفيعهم الدارين فينا ربنا أجل بفضلهم منك يا رحماننا. തുടർന്ന് സെപ്റ്റംബർ 25-ന് നടക്കുന്ന തഅ്ജീലുൽ ഫുതൂഹ് വാർഷികത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച വേങ്ങരയിൽ കുറ്റാളൂരിൽ നടക്കുന്ന തഅ്ജീലുൽ ഫുതൂഹ് മദ്രിയത്തുൽ അസ്സാസ് എല്ലാ മാസവും കണ്ണൂരിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, വയനാട്ടിൽ നിന്ന്, എല്ലാ ജില്ലകളിൽ നിന്നും മുഅ്മിനീങ്ങൾ വരാറുണ്ട്, പങ്കെടുക്കുന്നവർക്കറിയാം. അതിന്റെ വാർഷിക സദസ്സ് സെപ്റ്റംബർ 25-ാം തീയതി ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് കഴിഞ്ഞ സദസ്സുകളിലൊക്കെ പങ്കെടുത്തതിന്റെ രൂപം നിങ്ങൾക്കറിയാം, പങ്കെടുത്തവർക്കറിയാം. തഅ്ജീലുൽ ഫുതൂഹ് ഉസ്താദിനോടൊപ്പം ചൊല്ലിക്കൊണ്ടുള്ള അതിന്റെ വാർഷിക സദസ്സ് ശൈഖ് മരക്കാരുട്ടി മുസ്ലിയാർ നാട്ടിൽ വെച്ച് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ പേരോട് ഉസ്താദ് അവിടുത്തേക്ക് വർഷങ്ങളായി കാലങ്ങളായി
പ്രഭാഷണം പിന്നാളൂരിൽ വന്ന് നടത്തുന്നു. ഇത് കൂട്ടുകാരൻ സുദ്ദീഖ് ഹസനി, യഹ്യ ഫാദലി ബദറുദ്ദുജയിലെ എൻ്റെ സഹപാഠികളായിരുന്നു. നഗരിയിൽ വെച്ച് യാദൃശികമായി കണ്ടുമുട്ടിയതാണ്. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം സ്വബാഹ് സ്ക്വയറിൽ വെച്ച് കാണാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പിരിഞ്ഞു.